പച്ചമാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് മത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മീൻ കറി ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തലേൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തലേൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ അതുകൂടി വേവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് മീൻ വെച്ച് ചെയ്യുമ്പോഴും മീനിൻ്റെ തലേൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു ചെകിളയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ നല്ലൊരു രുചി തന്നെയാണ് കറിയിൽ, പ്രത്യേകിച്ച് അത് കിടക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കറിക്ക് നല്ലൊരു കളറും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക ഒരു കൊഴുപ്പും കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്കിതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ആ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്ക് ഏകദേശം നല്ലോണം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാലേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉലുവയാണ്. അപ്പോൾ കടുക് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉലുവ മാത്രം ചേർത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതും പിന്നെ ഒരു 3-4 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും ഒന്ന് ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇതിൽ ഇറങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ മൊത്തം നമ്മളെ കറിയിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ളൊരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് ചേർക്കണ്ട കേട്ടോ, ചെറിയൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിതിൽ മാങ്ങയും ചേർക്കുന്നതാണ്, പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇത് ഈ ഒരു സമയത്ത് ഒരുപാട് ചേർക്കേണ്ട, നമ്മൾ മീനിൽ അത്യാവശ്യം ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് എരിവായി പോകും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ചില ഭാഗങ്ങളിലൊന്നും ഈ ഒരു മല്ലിപ്പൊടി തേങ്ങ അരക്കുന്ന കറിയിൽ ചേർക്കാറില്ല. ഒരുപാടൊന്നും അളവ് കൂടി പോകരുത് കേട്ടോ, ഒരു ടേസ്റ്റിന് മാത്രം ഒന്ന് ചേർത്താൽ മതി. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് വാടി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണേ. അങ്ങനെ ആകുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. മസാലപ്പൊടികളുടെ പച്ചമണം ഒക്കെ നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങേൻ്റെ 2ാം പാലാണ്. ഏകദേശം 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങാപ്പാൽ നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എണ്ണയൊക്കെ മേലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന മീനല്ലേ, അതുകൊണ്ട് നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ പച്ചമാങ്ങ നല്ല പുളിയിലാണെങ്കിൽ ഒരു കഷ്ണം മാത്രം ചേർത്താൽ മതി. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഒരു മാങ്ങേൻ്റെ കഷ്ണം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. കഷ്ണങ്ങൾ ചിലപ്പോൾ അത് പൊട്ടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ മാങ്ങയും ഈ ഒരു സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം ചേർക്കരുത്, മാങ്ങ വെന്തടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് കയ്യിലൊന്നും ഇട്ടിട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്. ഇനി ഒരു സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1ാം തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാ ഉപ്പിൻ്റെ കുറവുണ്ടേനെ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണേ. കാരണം തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഇതാ തേങ്ങേൻ്റെ 1ാം പാൽ നല്ല കട്ടിയുള്ള പാൽ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നിക്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കറിവേപ്പിലയും ഇതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
ഇത് ചേർത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. കുത്തി ഇളക്കരുത്, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയേ. ഈ ഒരു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതിൻ്റെ മേലെ കിടന്നിട്ട് ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇതിൽ നല്ലപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു അരമണിക്കൂറായിട്ട് ഇത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാലും അതുപോലെ പച്ചമാങ്ങയും ചേർത്തിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കറി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.